നാഷണൽ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്ന് മലയാളം ആണ് എടുക്കുന്നത്. 5 പാഠങ്ങൾ നമ്മൾ നേരത്തെ എടുത്തു കഴിഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. അതിൽ സംശയം എന്ത് കാര്യങ്ങളുണ്ടോ വെച്ചാലും നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് തീർത്ത് തരുന്നതായിരിക്കും. നിങ്ങളെ പരീക്ഷ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പം നിങ്ങൾ ക്ലാസ് എടുക്കുന്നതും പറഞ്ഞു തരുന്നതും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഇനി 6 എടുക്കാനുള്ളത് കേട്ടോ. മാപ്പ്. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ വള്ളത്തോൾ നാരായണ മേനോൻ ശബ്ദസുന്ദരമായ വരികളിലൂടെ മലയാളികളുടെ മനം കവർന്ന കവിയായിരുന്നു. വള്ളത്തോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ വായിച്ചാൽ ഇന്നത്തെ കവിതകൾ പോലെ അല്ല, മനോഹരമായ ഇണത്തിൽ പാടാനും അത് ആസ്വദിക്കാനും കഴിയുന്ന. അന്നത്തേത് കുറ്റല്ല ടീച്ചർ പറയുന്നത്, അങ്ങനെയല്ല, അതൊരു പ്രത്യേക കഴിവിലാണ് അന്നത്തെ കവിത ഉണ്ടായിരുന്നത്. ഇന്ന് എന്താ പറയുക, വിഷയങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടിനും വ്യത്യാസമാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിന് കവിയായിരുന്നു. ചൂഷണത്തിനെതിരെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നതാണ് വള്ളത്തോളിൻ്റെ മാപ്പ് എന്ന കവിത. അപ്പം അക്കാലത്ത് സമൂഹത്തിൽ നടന്നിരുന്ന മുതലാളിമാരുടെ ചൂഷണത്തിൻ്റെ കഥയിൽ പാവപ്പെട്ട തൊഴിലാളികളോട് കാണിച്ചിരുന്ന അനീതിയെ പറ്റിയുള്ളൊരു കവിതയാണിത്. തീവണ്ടി ആപ്പീസിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. മരണാസന്നനായ ആ തൊഴിലാളി എല്ലാം തോലും. ചോദ്യോത്തരം കേട്ടോ, അത് കൂടുതൽ വ്യാഖ്യാനിച്ച് നമുക്ക് വിവരിച്ച സമയം കിട്ടില്ല. അതുകൊണ്ട് ആ പാഠത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. തീവണ്ടി ആപ്പീസിൽ കിടക്കുന്ന മനുഷ്യനെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആ തീവണ്ടി ആപ്പീസ് എന്നാൽ നമുക്കറിയാം, വണ്ടി വരുന്ന നേരത്തുള്ള തിക്കും തിരക്കും, അത് വലിയ പേരുള്ള കോഴിക്കോട്, തിരൂർ പോലുള്ളൊക്കെ സ്റ്റേഷനുകളാണെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള തീവണ്ടി ആപ്പീസിൽ ഒരു വ്യക്തി അവശ നിലയിൽ കിടക്കുന്നതാണ് കാണുന്നത്. എങ്ങനെയാണെന്ന് നോക്കൂ. തീവണ്ടി ആപ്പീസിൽ മരണാസന്നനായ ആ തൊഴിലാളി എല്ലും തോലും ഞരമ്പും കൂട്ടിവെച്ച ഒരു മനുഷ്യക്കൊല മാത്രമാണ്. അത് കണ്ടാൽ നമുക്ക് എന്താണ്, ഒരു എല്ലും തോലൊക്കെ കൂടെ കൂട്ടിവെച്ച ഒരു വ്യക്തിയാണെന്നേ തോന്നുള്ളൂ. ഇറച്ചി എന്ന് പറഞ്ഞൊന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കുഴിഞ്ഞിട്ടുണ്ട്. ആ വയ്യാതെ കിടക്കുന്ന ആളുകളുടെ കണ്ണ് കുഴിഞ്ഞിട്ടുണ്ട്, മൂക്ക് വളഞ്ഞിട്ടുണ്ട്, എല്ലും തോലും മാത്രമാണെന്നും പറഞ്ഞു. അയാൾക്ക് കുപ്പായമോ കുടയോ ചെരുപ്പോ വിരിപ്പോ മാറാപ്പോ ഒന്നും തന്നെ ഇല്ല. അയാൾ അവിടെ ആ ബെഞ്ചിൽ മാത്രം കിടക്കുന്നു. ആകെയുള്ളത് അരയ്ക്ക് ചുറ്റിയ ഒരു കീറത്തുണി മാത്രം. എൻ്റെ ചോദ്യം അറിയാലോ, തീവണ്ടി ആപ്പീസിൽ കിടക്കുന്ന മനുഷ്യനെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഉത്തരമാണത്. ഇനി രണ്ടാമത്തെ ചോദ്യം, മരണാസന്നനായി കിടക്കുന്ന മനുഷ്യനെ ഈ നിലയിലെത്തിച്ചത് ആര്? അങ്ങനത്തെ ഒരവസ്ഥ അയാൾക്ക് ആരാണ് ഉണ്ടാക്കിയതെന്ന്. രാപ്പകൽ പണിയെടുപ്പിച്ച് ചോരയും നീര് ഊറ്റിയെടുത്ത് ഉപേക്ഷിച്ചു കളഞ്ഞ മുതലാളിമാരാണ് ഈ തൊഴിലാളിയുടെ ഈ കഷ്ടാവസ്ഥയിൽ എത്തിച്ചത്. അപ്പോൾ മുതലാളിമാരുടെ എന്താ പറയുക, ക്രൂരതയേറിയ സ്വഭാവം, അവരെ കൊണ്ടിട്ട് കഠിനാധ്വാനം ചെയ്യിപ്പിച്ച് അവരെ അവസരമായി കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കി കളയുക. ഇനി തൊഴിലാളിയുടെ ദാരിദ്ര്യത്തിൻ്റെ മൂർത്താവസ്ഥ കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെ? ആ തൊഴിലാളിയുടെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ നമ്മളെ മനസ്സിലാക്കി തരുന്നത് എങ്ങനെ? മുതലാളിമാരുടെ ജീവിതം സർവൈശ്വര്യങ്ങൾ നിറഞ്ഞതാണ്. മുതലാളിമാർ സർവൈശ്വര്യങ്ങൾ നിറഞ്ഞ വ്യക്തിയാണ്. അവർക്ക് വേണ്ടി രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളിമാർ. ഇന്നൊന്നും അത് നടക്കില്ല കേട്ടോ. ഇന്ന് ആ മണി ഇത്ര മണി വരെ, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്ന് വെച്ചാൽ ആ മണിക്ക് അവർ കൈക്കോട്ട് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവർ സൂഹിക്കുക എന്നല്ലാതെ നമ്മളുടെ പണികളൊന്നും തരണമെന്ന് തീർപ്പിക്കാൻ പറഞ്ഞാൽ അവരോട്ട് അനുസരിക്കില്ല. അപ്പോൾ അങ്ങനെ പണിയെടുത്ത് ഇന്നത് നടക്കില്ല. പണ്ടത്തെ കാലത്താണ് ഏറ്റവും കൂടുതൽ പണിയെടുപ്പിക്കുക. എത്രമാത്രം പണി തൊഴിലാളികളെ കൊണ്ട് നമുക്ക് ലാഭം കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ മുതലാളിമാർ ചെയ്യിപ്പിക്കുന്ന അർത്ഥം. അവസ്ഥയിൽ പാവം തൊഴിലാളി തീവണ്ടി ആപ്പീസിലാണ് മരിക്കാൻ കിടക്കുന്നത്. വെറുമൊരു കീറത്തുണി മാത്രമാണ് അയാളുടെ സമ്പാദ്യമായിട്ടുള്ള. കുപ്പായമോ ചെരുപ്പോ ഇല്ലാത്ത ദരിദ്രനാണ് അയാൾ. ഭാഗ്യം കെട്ട ഒരു കുടിലിൻ്റെ നെടുന്തൂണാണ് ഇയാളൊരു കുടിലിൻ്റെ നെടുന്തൂണാണെന്ന് പറഞ്ഞാൽ ഒരു കുടിൽ നോക്കുന്ന ഒരു കുടുംബനാഥനായിരുന്നു അയാളെന്നർത്ഥം. ഭാഗ്യം കെട്ട ഒരു കുടിലിൻ്റെ നെടുന്തൂണായ അയാൾ ഒരു മരപ്പലകയിൽ ആരുടെയും അനുകമ്പയോ പരിചരണമോ കിട്ടാതെ മരണം കാത്തു കിടക്കുകയാണ്. അയാളവിടെ കിടക്കേണ്ട, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി മരണാസന്നനായ തൊഴിലാളിയുടെ കിടപ്പ് കണ്ടപ്പോൾ
ചുറ്റും കൂടിയ ആൾക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? അപ്പം അങ്ങനെ ഒരു വ്യക്തി കിടക്കുന്ന കണ്ടപ്പോഴേ ആ തീവണ്ടി ഓഫീസിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ചിലർ അറപ്പോടെ ദൂരെ മാറിപ്പോയി. ആ വയ്യാത്ത ആളെ കണ്ടപ്പോൾ ചിലർ ഇതാണോ എന്നുള്ള മട്ടിൽ അങ്ങോട്ട് തിരിഞ്ഞു പോയി. ചിലർ കഷ്ടമെന്ന് വന്നു, മുഖത്ത് വിരൽ വെച്ച് പാവട്ടോന്ന് വന്നിട്ട്. ചിലർ ചിരിച്ചുകൊണ്ട് പാവ ഇയാൾ ചാവാൻ പോവുകയാണ്, നമുക്ക് പാവ ഇയാൾ മരിക്കാൻ പോവുകയെന്നല്ല പറയുന്നത്, ചാവാൻ പോവുകയാണെന്ന്. അത് നിങ്ങൾക്കറിയാം, ചാവാന്നും മരിക്കാമെന്ന് എവിടെയൊക്കെയാണ് പറയാമെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അത്രയ്ക്ക് നികൃഷ്ടമായിട്ടാണ് ഈ തൊഴിലാളിയെ കാണുന്നത്. മറ്റു ചിലരാകട്ടെ മരണം സാധാരണമല്ലേ എന്നുള്ള ഭയം എന്നുള്ള ദയയില്ലാത്ത പ്രതികരണമാണ് ചെയ്തത്. എന്നാൽ ചിലർ ഇതൊക്കെ സാധാരണമല്ല, എല്ലാവരും മരിക്കണമല്ലേ എന്നുള്ള ഭാവത്തിൽ ചിലരും ഒഴിഞ്ഞു മാറി. ഇങ്ങനെയുള്ള പ്രതികരണമാണ് ആ തീവണ്ടി ആപ്പീസിൽ നിന്ന് കിട്ടിയത്. ഇനി അടുത്തത് നമുക്ക് വിട്ടയക്കുക എന്നുള്ള കവിതയാണുള്ളത്. സ്വാതന്ത്ര്യം, അതിനെ പറ്റിയുള്ള കവിതയാണുള്ളത്. ബാലാമണി അമ്മയുടേതാണ് കേട്ടത്. ഹനിക്കപ്പെട്ട സ്വാതന്ത്ര്യം പുനഃസൃഷ്ടിക്കുന്നതിൻ്റെ ആവേശം എക്കാലത്തെയും മലയാള കവിതയിൽ പ്രകടമാണ്. അതായത് നമുക്ക് നഷ്ടപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് തുടക്കകാലം നമുക്ക് തന്നെ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അസ്വാതന്ത്ര്യം ഒരിക്കലും നമ്മൾ മനുഷ്യർ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ. ഭാരതീയരുടെ പാരതന്ത്ര്യത്തിൻ്റെ തിരിച്ചറിവായിട്ടാണ് വള്ളത്തോൾ നിരൂപിച്ചത്. വിട്ടയക്കുക എന്ന കവിതയിലും തന്നെ ജന്മഭൂമിയിലേക്ക് തിരികെ അയക്കണമെന്നാണ് കിളിയുടെ അഭ്യർത്ഥന. അപ്പോൾ കിളിയിലൂടെ നമുക്കെന്താണ് പറയുന്നത്? ആരും അസ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും സ്വതന്ത്രമായി പാറിപ്പറന്ന്, ഇത് പക്ഷിയായതിനെ കൊണ്ടാണ് അറിയുന്നത്, അങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷികൾ തുടങ്ങി നമ്മൾ മനുഷ്യർ വരെ. ഈ കവിതയിലെ ചില ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. എന്താണ്? വാനിൽ പറക്കുവാനും എന്നുള്ള ആഗ്രഹം കിളി എങ്ങനെ അവതരിപ്പിക്കുന്നത്? അപ്പം അതിന് കൂട്ടിലിട്ട കിളിയാണ്, അതിന് വാനിലേക്ക് പറന്നുയരണം. അതെങ്ങനെയാണ് കവി അവതരിപ്പിച്ചിരിക്കണം നോക്കൂ. വാനിൽ പറക്കുവാനുള്ള ആഗ്രഹം കിളി എങ്ങനെ അവതരിപ്പിക്കുന്നത്? എന്നെ കൂട്ടിൽ നിന്ന് വിട്ടയക്കൂ, ഞാൻ ആകാശത്ത് അല്പനേരം പറന്നു നടക്കട്ടെ എന്ന് കിളി പറയുന്നു. എന്നതൊന്ന് തുറന്നു വിട്, ഞാൻ അല്പനേരം ആകാശത്ത് പാറി നടക്കട്ടെ എന്ന് പറയുന്നു. മനുഷ്യൻ്റെ പരിലാളനം പക്ഷിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു? അപ്പം നമ്മളതിനെ കൂട്ടുപിടിച്ചിട്ടിട്ട് വേണ്ട പോലെ പാലും പഴവും എന്തൊക്കെയാണ് വേണ്ടതൊക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടും ആ കിളിക്ക് ആ സ്നേഹം എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്നാണ് കവി ചോദിക്കുന്നത്. മനുഷ്യരുടെ പരിലാളനം കിളിയുടെ മനസ്സിന് ശാന്തി നൽകുന്നില്ല. എന്തൊക്കെ ചെയ്താലും അവന് സമാധാനം കിട്ടുന്നില്ല. മനോഹരമായ കൂട്ടിലാണെങ്കിലും ഞാൻ ദുഃഖിതനാണെന്ന് കിളി പറയുന്നത് എന്തുകൊണ്ട്? ഭംഗിയേറിയ കൂട്ടിനുള്ളിലാണെങ്കിലും കിളിയുടെ മനസ്സ് നിറയെ ദുഃഖമാണ്. ആ ദുഃഖത്തിന് കാരണം നിങ്ങൾക്കറിയാം. കണ്ണുനീർ ആവിയായി പൊങ്ങുന്നു. പുലർക്കാലത്ത് മറ്റു പക്ഷികൾ ഉണർന്നു പറക്കുമ്പോൾ സ്വാതന്ത്ര്യദാഹം കിളിയെ വേദനിപ്പിക്കുന്നു. അപ്പം കിളിയുടെ കണ്ണുനീര് കൊണ്ട് ആകാശം മുഴുവൻ പുകപടലം നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. പുലർക്കാലത്താവുമ്പോൾ മറ്റു പക്ഷികൾ പാറി നടക്കുന്നത് കാണുമ്പോൾ ഈ കൂട്ടിലിരിക്കുന്ന കിളിക്ക് സങ്കടം വരുന്നു. ഇനി അടുത്ത ചോദ്യം, കിളിയുടെ ഒടുവിലത്തെ അഭ്യർത്ഥന എന്ത്? കിളി ആ കൂട്ടിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയോട് ഒടുവിലായിട്ടൊരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. ആ അഭ്യർത്ഥന എന്താണെന്ന് ചോദിക്കുന്നത്, എന്നെ കൂട്ടിൽ നിന്ന് വിട്ടയക്കൂ, അല്പനേരം വീണ്ടും ആകാശത്ത് പറന്ന് നടക്കട്ടെ എന്നാണ് കിളി പറയുന്നത്. കൊച്ചു പക്ഷിയാ ഞാനോ? കിളി ഇങ്ങനെ പാടുവാൻ കാരണമെന്ത്? കിളിയുടെ സ്വന്തം വർഗ്ഗക്കാർ പുലർകാലമായപ്പോൾ സ്വതന്ത്രമായി പറന്നു നടക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പുലർ വെളിച്ചം ചുറ്റും പരക്കുമ്പോൾ കിളി മാത്രം തടവറയുടെ ഇരുട്ടിൽ തന്നെ കഴിയുന്നു. അപ്പം നേരം വെളിച്ചാവുമ്പം, അതായത് ഇരുട്ടിനെ എന്താണ് അസ്വാതന്ത്ര്യമായിട്ടും പകലിനെ സ്വാതന്ത്ര്യമായിട്ടുമാണ് കവി പറയുന്നത്. അപ്പോൾ ഇരുട്ടാകുന്ന അസ്വാതന്ത്ര്യം പോയി പകലാകുന്ന സ്വാതന്ത്ര്യം വന്നപ്പോൾ നമ്മളുടെ കിളി കൂട്ടിൽ തന്നെ തൻ്റെ കൂട്ടുകാരൊക്കെ വാനിലൊക്കെ പറന്ന് നടക്കുന്ന കാണുമ്പം കിളിക്ക് സങ്കടം തോന്നുകയാണ്. ചുറ്റും പറക്കുമ്പോഴും കിളി മാത്രം തടവറയുടെ ഇരുട്ടിൽ തന്നെ കഴിയുന്നു. പക്ഷിയുടെ എളിമയും വിനയവും ഈ വാക്കുകളിൽ വ്യത്യസ്തമാണ്. കൊച്ചു പക്ഷിയാ ഞാനോ എന്നുള്ള വരിയുണ്ടല്ലോ, അതിൽ നിന്ന് കിളിയുടെ വിനയവും എളിമയുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിക്കുന്നത്. ഈ സന്ദേശം വിട്ടയക്കുക എന്ന കവിതയെ എങ്ങനെ പ്രതിഫലിക്കുന്നു?
സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ മൂല്യം എന്ന ആശയമാണ് വിട്ടയക്കുക എന്ന കവിതയിൽ ബാലാമണിയമ്മ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ത് തന്നെ ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യം വേണം, അതാണ് ഏറ്റവും വിലപ്പെട്ട സാധനം ജീവിതത്തിൽ എന്നാണ് ബാലാമണിയമ്മ പറയുന്നത്. കൂട്ടിൽ കിടക്കുന്ന കിളിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, എങ്കിലും മനസ്സ് അസ്വസ്ഥമാണ്. ബാക്കി എല്ലാ കിളികളും വാനിലേക്ക് ഉയരുമ്പോൾ കിളി മാത്രം കൂട്ടിൽ. കേവലം ഒരു കിളിയുടെ സ്വാതന്ത്ര്യദാഹം മാത്രമായി ഈ കവിത വായിക്കാനാവില്ല. അപ്പോൾ ഈ പക്ഷികൾ പറന്നു പോകുന്നു, നമ്മുടെ കിളി കൂട്ട് കിടക്കുന്നു. അപ്പോൾ അവിടെ കവി വേറൊരു ഇത് കൂടെ പറയാണ്, ഇത് ആ കിളിയുടെ മാത്രം അസ്വാതന്ത്ര്യമായിട്ട് എടുക്കരുത്. പിന്നെന്താണെന്ന് പറയുന്നത്, അസ്വാതന്ത്ര്യരായ ഒരു സ്ത്രീയുടെ ദൈന്യം നിറഞ്ഞ അപേക്ഷയായ ഈ കവിത വായിക്കാം. അപ്പോൾ ഒരു സ്ത്രീയുടെ അസ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ദയനീയമായ ഒരു കവിത കൂടിയായിട്ട് വായിക്കാം എന്നാണ് പറയുന്നത്. എത്ര സുഖ സൗകര്യങ്ങൾ കൂട്ടിൽ ഒരുക്കി കൊടുത്താലും ദേശവും കാലവും അവരെ മാടി വിളിച്ചു കൊണ്ടിരിക്കും. എന്തെന്നെ സുഖങ്ങൾ നേരത്തെ പറഞ്ഞവർ കൊടുത്താലും ആ പുറത്തെ ആ സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കുന്ന പക്ഷികളെയും മറ്റും കാണുമ്പോൾ കിളിക്ക് ഒരിക്കലും സ്വസ്ഥത ആ കൂട്ടിൽ കിട്ടുന്നില്ല. കൂടിൻ്റെ അഴികൾ തന്നെ നോക്കി ചിരിക്കുന്നതായി പക്ഷിക്ക് തോന്നുന്നു. കിളിക്ക് അടിമത്തത്തിലാണ് ജനതയ്ക്ക് ഒക്കെയുള്ള സ്വാതന്ത്ര്യ സ്വപ്നങ്ങളാണ് കവിത ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും പറയാം. അതായത് ഈ കിളിയിലൂടെ നമ്മളുടെ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്, വ്യക്തമാക്കിയിട്ടുള്ളത്. മനോഹരമായ സ്വർണ്ണക്കൂട്ടിലാണെങ്കിൽ എത്ര കാര്യങ്ങൾ ലഭിച്ചാലും ഈ ലോകത്ത് ബന്ധനം തന്നെയാണെന്ന്. അപ്പം എത്ര ഇന്ദുരകാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കൂട്ടിൽ അടച്ചാലും ശരി, പക്ഷിക്ക് എന്ത് തന്നെ കൊടുത്താലും ശരി, വാനിൽ ഉയർന്ന് പറന്ന് നടക്കുന്ന ആ സന്തോഷം കിളിക്ക് കൂട്ടുകിട്ടില്ലെന്നാണ് പറയുന്നത്. ഇനി അയൽപ്പക്കം എന്ന ഉപനിഷത്ത്. ഈ പാഠത്തിലൂടെ അത് ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റേതാണ്. അദ്ദേഹം നല്ലൊരു വിമർശകനാണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ പാഠത്തിലൂടെ നല്ലൊരു അയൽപ്പക്കത്തിൻ്റെ ആവശ്യകതയും എഴുത്തുകാരൻ നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഒരു അയൽപ്പക്കത്തിനെ കൊണ്ടുള്ള ആവശ്യം എന്താണ് എന്നാണ് കവി മനസ്സിലാക്കി തരുന്നത്. കവിയല്ല, ലേഖകൻ മനസ്സിലാക്കി. സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും പുരോഗതിക്കും അയൽപ്പക്ക ബന്ധങ്ങൾ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണെന്നും എത്ര കണ്ട് ആവശ്യമാണെന്നും ലേഖകൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം നമ്മളുടെ അയൽപ്പക്കം എങ്ങനെയുള്ളവരായാലും ശരി, നമ്മളെക്കാട്ടിൽ ഉയർന്നവരായാലും ശരി, നമ്മളെക്കാട്ടിലും താഴ്ന്നവരായാലും ശരി, നമ്മളോടൊപ്പം ഉള്ളവരായാലും ശരി, അവരുടെ ആ സഹായം നമുക്ക് എപ്പോഴേ എങ്ങനെ വന്നു ചേരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുമായിട്ടും നമ്മൾ സഹകരിച്ചു പോകണം. ഉപനിഷത്ത് വേദാന്ത സാരമാണ്. ഉപനിഷത്ത് അയൽപ്പക്ക ഉപനിഷത്ത് എന്ന് പറയുന്നത്, ഉപനിഷത്ത് എന്ന് പറയുന്നത് വേദാന്ത സാരമാണ്. വേദങ്ങളെ അതിൻ്റേതായിട്ടുള്ള സാരം വിവർത്തനം ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഉപനിഷത്താണ് നമ്മളുടെ അവിടെ ഇതിൻ്റെ ഹെഡിങ് തന്നെയായിട്ട് കൊടുത്തിട്ടുള്ളത്. പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അതിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം വ്യക്തമാണ്. ഉപനിഷത്ത് വേദാന്ത സാരമാണ്. മനുഷ്യൻ്റെ നന്മയ്ക്ക് നിലനിൽപ്പിന് അനുവരണീയമായ ഒരു വേദാന്തമാണത്. അതായത് ഉപനിഷത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ബ്രഹ്മത്തിലേക്കുള്ള വഴിയിൽ എവിടെയോ അയൽപ്പക്കത്തിന് സ്ഥാനം ഉണ്ടെന്നാണ് ലേഖകൻ്റെ അഭിപ്രായം. ഈശ്വരനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈശ്വരനിലേക്ക് പോകും. ആ പോകുന്ന പോക്കിൽ നമ്മളുടെ അയൽപ്പക്കക്കാർക്കും കൂട്ടുണ്ട്, അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളൊരു സൂചനയാണ് ഇതിലൂടെ തരുന്നത്. അതാണ് ജാതിക്ക് അതീതമായി, ആചാരങ്ങൾക്ക് അതീതമായി, വേഷവിധാനങ്ങൾക്ക് അതീതമായി അയൽപ്പക്ക ബന്ധം ഉണ്ടായിരുന്ന കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിലൂടെ ലേഖകൻ ഒരു ദൈവം മനുഷ്യനെ എന്ന ആശയത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്കാലത്ത് കളിച്ച് നടന്ന ഓർമ്മയും വരുന്നുണ്ട്. കളിച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ജാതി ഏതാ മതം ഏതാന്നൊക്കെ നമ്മൾ നോക്കാറുണ്ടോ? ഒന്നുമില്ല, എല്ലാം ഒരേപോലെ. ആ ഓർമ്മയിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്ന തത്വമാണ് മനുഷ്യൻ ഒന്നാണ്, ദൈവം ഒന്നാണ് എന്നുള്ളത് പറഞ്ഞു തരുന്നത്. ഇല്ലാതെ എന്ന ആശയത്തിലെത്തിക്കുന്നു. അയൽ വീടുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന സ്ഥിതി എന്ന ആശങ്കപ്പെടുന്നു. അപ്പം നമുക്ക് ഈ അയൽവക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു മനുഷ്യ സമൂഹം എന്നുള്ളൊരാശങ്ക കവിയല്ല ലേഖകൻ പറയുന്നു. ഇനി ഇതുപോലെ തന്നെ രാഷ്ട്രങ്ങളും അയൽ രാഷ്ട്രങ്ങളുടെ കാര്യവും ഇത് തന്നെയാണ്. രാഷ്ട്രങ്ങളാണെങ്കിലും ഈ അയൽപ്പക്ക വേദാന്തം അനുസരിച്ച് സ്വസ്ഥ ജീവിതം നയിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമ്മളുടെ അയൽ രാജ്യങ്ങളെയും നമ്മളുടെ
രാജ്യത്തെ പോലെ തന്നെ സ്നേഹിക്കണം, അവരുടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം. അതുപോലെ തന്നെ ആ അയൽ രാജ്യം നമ്മളുടെ രാജ്യത്തോട് നിൽക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടാവുകയുള്ളൂ, സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്ന് ലേഖകൻ പറയുന്നു. ഇത് ഈ വാക്കുകൾ, ഈ ഉപനിഷത്ത് എന്നുള്ള പദം എന്താണ് അയാളുടെ പേര് ഞാൻ വന്നിടാം, ആപ്തയുടെ നിഘണ്ടുവിൽ നിന്ന് കിട്ടിയ ഒരു പദമാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിൻ്റെ അർത്ഥം അയൽപ്പക്കം എന്നുള്ള വാക്കാണ്. അതാണ് ഇവിടെ ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഈശ്വര ലേഖകൻ്റെ അപ്പോൾ ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലെത്തുക എന്നുള്ള മാർഗമാണ്. അപ്പോൾ ആ മാർഗത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ അയൽവാസികൾ എല്ലാവരും കൂടി ഒന്നിച്ചു പോകുന്നു എന്നുള്ള തത്വം നേരത്തെ പറഞ്ഞു. ഒരു മതമാണ്, ഒരു ദൈവമാണ്, മതമൊന്നല്ല, മതം അങ്ങനെ വന്നാൽ ഇനി അടിക്കും എല്ലാവരും കൂടെ. അപ്പം അത് വേണ്ട. ഏത് മതക്കാരായാലും ഏത് വർഗ്ഗക്കാരായാലും എന്തായാലും ഒരു ദൈവം, ഏക ദൈവത്വത്തെ സ്ഥാപിക്കുകയല്ല, അതിൻ്റെ മഹത്വം പറഞ്ഞു തരികയാണ് ഈ ലേഖനത്തിലൂടെ ലേഖകൻ. ഇനി അതിലെ ചില ചോദ്യങ്ങൾ നോക്കൂട്ടോ. ലോക ഒരു പക്ഷിക്കൂടാവുക, ഈ വാക്യത്തിൻ്റെ പൊരുൾ എന്താണ്? അത് ഷേക്സ്പിയറിൻ്റെ ഒരു നാടകത്തിൽ ഒരു കഥാപാത്രത്തെ കൊണ്ടാണ് ഇപ്രകാരം പറയിക്കുന്നത്. വലിയ പട്ടണത്തോടെ എനിക്ക് പ്രിയമാണ്, മനുഷ്യരായുള്ള അടുപ്പത്തിൽ എനിക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു, വീഥികളിൽ ആഹ്ലാദകരമാംവിധം സുരക്ഷിതത്വം അനുഭവിക്കുന്നു. അപ്പോൾ എനിക്ക് തന്നെ ആ കഥാപാത്രത്തിന് പട്ടണം ഇഷ്ടമാണ്, വഴിയിലൂടെ പോകുമ്പോൾ എനിക്ക് ബന്ധങ്ങൾ ഇഷ്ടമാണ്, പിന്നെന്താണ് വേറെ ഒന്നും കൂടെ പറഞ്ഞില്ല, വഴിയിലൂടെ പോകുമ്പോൾ എനിക്കൊരു സുരക്ഷിതത്വം തോന്നുന്നു, അയൽപ്പക്കത്തിന് സ്നേഹിച്ചത് കൊണ്ടെന്ന് പറയുന്നത്. ആ വഴിയിലൂടെ പോകുമ്പം സുരക്ഷിതത്വം തോന്നണമെങ്കിൽ എന്താ, വഴിയിലുള്ളവരാരെങ്കിലും നമ്മളെ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുമ്പോൾ ചോദിക്കുക എവിടേക്കാണ് പോണേ, എന്തിനാ പോണേ എന്നുള്ള ചോദിക്കുക. അവനൊന്നോ രണ്ടോ ആളെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാകും. ഏത് വഴിയിൽ കൂടെ പോകണേ, ഇവിടെയൊക്കെ എന്നെ പരിചയമുള്ളവരുണ്ടല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത, ഈശ്വര സ്നേഹം തുടങ്ങേണ്ടത് അയൽപ്പക്ക സ്നേഹത്തിൽ നിന്നാണ്. വിശദീകരിക്കുക. മഹാത്മാക്കളും ആചാര്യന്മാരും മുഴുവൻ ലോകത്തിന് സുഖവും തൃപ്തിയും കാക്ഷിക്കുന്നവരാണ്. ജനജീവിതത്തെ തൊട്ടറിഞ്ഞവരാണ് അവർ. അയൽപ്പക്കത്തെ സ്വന്തം ഗൃഹമെന്നോണം പരിചരിച്ചു. അയൽപ്പക്കക്കാരുടെ സുഖദുഃഖങ്ങളിൽ ഒരുപോലെ ഭാഗവാക്കായി. അയൽപ്പക്കക്കാരുമായുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് അവർ ലോക നന്മയ്ക്കായി മുന്നിട്ടിറങ്ങിയത്. നമ്മളുടെ പൂർവികർ ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുക. ഈ ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും സുഖം വരട്ടെ എന്നാണ് അവർ പ്രാർത്ഥിക്കരുത്. ഇന്നിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന, ഓ ദൈവം എൻ്റെ കുട്ടികൾ നന്നാവണമെന്ന് പ്രാർത്ഥിക്കില്ല, അല്ല എൻ്റെ കുടുംബത്തിലുള്ളവർ നന്നാവണമെന്ന്. ഒരിക്കലും നമ്മൾ അയൽവക്കക്കാരെ പോലും ചിന്തിക്കുന്നില്ല. പക്ഷെ പണ്ടുള്ള പൂർവികർ അങ്ങനെ ചെയ്യുക. എന്താണ് അവരുടെ അവസാനം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാൽ ഇതാ പറയുക, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകമേ തറവാട് എന്നൊക്കെ പറയണത് നിങ്ങൾ കേട്ടുകയാണോ? അങ്ങനെയായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നതും പെരുമാറിയിരുന്നതും ഒക്കെ. എന്നാൽ ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി ചീത്ത വാക്കറിയുന്നതിന് ഒന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിത് നോക്കുക. ഇനി ഇതും കൂടെ ഉണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞുതരാം, പ്രധാനപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും. ചീത്ത വാക്ക് അറിയുന്ന വിദ്യാഭ്യാസം, ഈ പ്രസ്താവനയോട് പൊരുളെന്ത്? ചീത്ത വാക്ക് അറിയുന്നത് ഒരു തരം വിദ്യാഭ്യാസമാണ്. എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് അയൽ നാടുകളോട് ഇറങ്ങിപ്പോകാൻ പറയാത്തത് നമ്മുടെ നയതന്ത്ര നൈപുണ്യം മൂലമാണെന്ന് അഴീക്കോടൻ മാഷ് പരിഹസിക്കുകയാണ്. നയതന്ത്രം നിപുണമാണെങ്കിൽ അയൽ നാടുകളുമായി ബന്ധം ശക്തിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ നയതന്ത്രം പരാജയമാണെന്ന് അഴീക്കോട് മാഷ് സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ വലിയൊരു ദൗർബല്യമായി ഈ പരാജയത്തെ അദ്ദേഹം കാണുന്നു എന്നാണ് പറഞ്ഞത്. ചീത്ത വാക്ക് അറിയുന്നതും വിദ്യാഭ്യാസം തന്നെയാണ് ഈ പ്രസ്താവനയുടെ പൊരുളെന്ത്. അതായത് അഴീക്കോട് മാഷ് നമ്മളെ ഇന്ത്യയുടെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മോശമാണെന്നോ, അതുകൊണ്ടാണ് നമുക്ക് അയൽ രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്താൻ കഴിയാത്തതുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശമല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി അടുത്തത് പുകമാറയ്ക്കപ്പുറം. തിരക്കേറിയ ഡോക്ടർ വി പി ഗംഗാധരൻ്റെതാണ്. അവർ
രോഗത്തിനെ പറ്റിയുള്ള കഥയാണ്. തിരക്കേറിയ ക്യാൻസർ ചികിത്സകനാണ് ഡോക്ടർ VP ഗംഗാധര. അദ്ദേഹം രോഗികളോട് അങ്ങേയറ്റം മാനുഷിക പരിഗണന കാണിക്കുകയും രോഗികൾക്ക് ആശ്വാസവും പ്രചോദനവും പകരുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ സേവനകാലത്തെ ചില വേറിട്ട അനുഭവങ്ങൾ കഥാകാരനായ KS അനിയൻ പകർത്തിയതാണ്. ഗംഗാധരൻ എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക അനുഭവങ്ങൾ അനിയൻ എന്ന് പറയുന്ന വ്യക്തി പകർത്തി എഴുതിയതിൽ ഒന്നാണ് ഈ ലേഖനം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് ക്യാൻസർ എന്ന മുൻവിധിയോടെ രോഗികളെ സമൂഹം മാറ്റി നിർത്തുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല. പണ്ട് കാലത്ത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അനങ്ങാൻ പാടില്ല, തൊടുക്കാൻ പാടില്ല, ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു മൂലയെ പിടിച്ചിരുത്തുന്ന സ്വഭാവമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല കേട്ടോ. അങ്ങനെ സമൂഹം മാറ്റി നിർത്തുന്നു. തങ്ങളുടെ യശസ്സിന് കളങ്കമാകുമെന്ന് ഭയന്ന് ക്യാൻസർ രോഗബാധയെ തള്ളിപ്പറയാനും ചികിത്സിച്ചു മാറ്റിയ ഡോക്ടർക്ക് രോഗനിർണയത്തിൽ വന്ന പിഴവാണ് എന്നൊക്കെ നുണ കൊണ്ട് തീർത്ത പുകമറയ്ക്ക് പിന്നിൽ രോഗത്തെ ഒളിപ്പിക്കാനും വ്യഗ്രത കാട്ടുന്ന ഒരു കുടുംബത്തെയാണ് പുകമറയ്ക്കപ്പുറം കാണുന്നത്. അപ്പോൾ ഈ പുകമറയ്ക്കെന്ന് പറയുന്നത് പണ്ട് കാലത്ത് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു പുറത്ത് ആരും അറിയാൻ പാടില്ല, ആ രോഗം നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ളത് അറിയാൻ പാടില്ല എന്നുള്ള വിധത്തിലുള്ളൊരു കാലമായിരുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അതാ ഡോക്ടർക്ക് തെറ്റ് പറ്റിയതല്ലാതെ അവനങ്ങനത്തെ രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുകമറ കൊണ്ടിട്ട് ഈ രോഗത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലം. അതിലൊന്ന് രണ്ട് ചോദ്യങ്ങൾ പറയട്ടോ. മനോജിൻ്റെ ഭക്ഷണം എന്താണ്? ടാങ്കും ഐസ്ക്രീമും. ആ കുട്ടി ചെറുപ്പത്തിൽ അവൻ്റെ ഭക്ഷണം അതായിരുന്നു. മനോജിൻ്റെ രോഗാവസ്ഥ എന്താണ്? അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കേമിയ. അതാണ് അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കേമിയ അഥവാ രക്താർബുദത്തിൻ്റെ വളരെ സങ്കീർണമായ അവസ്ഥ. ഇന്നിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്നൊക്കെ പറയും. അന്ന് പറഞ്ഞിരുന്ന അത്യന്ത മൂർധന്യത്തിലെത്തിയ അവസ്ഥയ്ക്കാണ് ഇങ്ങനെ പറയുന്നത്. ഇനി കാര്യങ്ങൾ വേഗം മനസ്സിലാക്കേണ്ടവർ തന്നെ സത്യത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കുന്നു. ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഡോക്ടർമാരാണ് മനോജും കുടുംബമൊക്കെ. അപ്പോൾ അവർക്ക് ശരിക്കും രോഗാവസ്ഥയെ പറ്റി അറിയും. അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? രോഗത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. രോഗിയായ അമ്മയും മനോജും ഡോക്ടർമാരാണ്. രോഗവിവരം കേട്ട് തന്നെ രോഗം തിരിച്ചറിയാൻ കഴിയുന്നവർ. എന്നാൽ ക്യാൻസർ എന്ന സത്യത്തെ അംഗീകരിക്കാനാകാതെ മറ്റു സാധ്യതകൾ നേടുന്ന മനോജിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് ക്യാൻസർ ആണെന്ന് മനോജ് പറയുന്നില്ല. അതിനെ അങ്ങനെ ഇങ്ങനെ ഉരുണ്ട് വരുന്ന നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് പുകമറയ്ക്കുള്ളിൽ എന്ന് പറയുന്നത്. ഇനി ഒരാൾ നാശം ആവാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? മനോജിൻ്റെ നാശാക്കിയ സാഹചര്യങ്ങൾ എന്താ? മനോജിനെ നാശിപ്പിച്ച സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കില്ല. മനോജ് കുട്ടിയായിരുന്നപ്പോൾ അച്ഛനമ്മമാർ ജോലി തിരക്കിലായിരുന്നു. എന്ത് വേണമെന്ന് പറഞ്ഞാലും അവർ വാങ്ങിക്കൊടുത്തിരുന്നു. വീട്ടിന് മുന്നിലെ ബേക്കറിയിൽ നിന്ന് ഇഷ്ടഭക്ഷണം മുതൽ മുതിർന്നപ്പോൾ ലഹരി വരെ എല്ലാം മനോജ് യഥേഷ്ടം വാങ്ങി. ആരും അന്വേഷിക്കാനുണ്ടായിരുന്നില്ല. ഒരാൾ നാശമാകാൻ ഇതൊക്കെ ധാരാളം. ആ കുട്ടിക്ക് ചെറുപ്പകാലത്ത് അമ്മമ്മയും അച്ഛനും കൊടുത്ത സ്വാതന്ത്ര്യം കൊണ്ട് ആ കുട്ടി വഷളായിത്തീരുന്നു. മനോജിന് ലഹരി എത്തിച്ചു കൊടുക്കുന്നതിന് അമ്മ പറഞ്ഞ ന്യായം എന്താണ്? വാങ്ങിച്ചു കൊടുക്കാതിരുന്ന മനോജ് സമ്മതിക്കില്ല. ചികിത്സ ഒക്കെ വേണ്ടെന്ന് വെച്ച് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇതൊക്കെ കൊണ്ടാവണം അവൻ ആശുപത്രിയിൽ അടങ്ങിക്കിടക്കുന്നത്. അമ്മ പറഞ്ഞ ന്യായ അത് വാങ്ങിക്കൊടുത്തില്ല, അവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ അത് ഇറങ്ങിപ്പോവാതിരിക്കാൻ ആശുപത്രി പിടിച്ചു കിടത്താനാണ് ലഹരി പദാർത്ഥം കൊണ്ടു കൊടുക്കണമെന്ന്. ലഹരി ഉപയോഗം മനോജിന് നൽകുന്ന മനസ്സുഖം എന്താകാം? ലഹരി ഉപയോഗിക്കുന്ന തന്നെക്കുറിച്ച് ഓർത്ത് അച്ഛനമ്മമാർ വിഷമിക്കുന്നു എന്നതാണ് മനോജിൻ്റെ മനസ്സുഖം. ഇനി ഒന്നുകൂടെ, മാധ്യമങ്ങളുടെ ലോകം. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മളുടെ ഇന്നത്തെ മാധ്യമ ലോകത്തെ പറ്റി. എന്നാലും ഇതിലെഴുതിയത് കുറച്ച് പറഞ്ഞുതരാം. അറിയാനും അറിയിക്കാനും ഉള്ള മനുഷ്യൻ്റെ താല്പര്യ സഹജവും സ്വാഭാവികവുമാണ്. അപ്പോൾ നമുക്ക് നാട്ടുവർത്തമാനം എന്നല്ല, എന്ത് കാര്യങ്ങളും അറിയാനും അറിയിക്കാനും താല്പര്യമുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ അഭിരുചികളെ രേഖപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ചരിത്ര പുരോഗതിയിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പെട്ടെന്ന് തീർക്കട്ടോ. ആശയവിനിമയം സമൂഹത്തിൽ വളർന്നു വരുന്നത് എങ്ങനെയൊക്കെ?
എഴുത്തും വായനയും അറിയാതിരുന്ന കാലത്ത് മനുഷ്യൻ ആംഗ്യങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ കൈമാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചരിത്രത്തിലൊക്കെ പഠിച്ചു കാണും. ആദ്യകാല മനുഷ്യരും ശിലായുഗ മനുഷ്യന്മാരും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുക. അവിടെ നിന്നൊക്കെ വളർന്നാണ് നമ്മൾ ഈ കാലത്തെത്തിയിരിക്കുന്നത്. അടുത്ത ഘട്ടം ഭാഷണങ്ങളിലൂടെയും, അതായത് ആംഗ്യങ്ങളിലൂടെയും ചിത്രത്തിലൂടെയും ഒക്കെ നമ്മൾ ആശയവിനിമയം നടത്തി. ഇപ്പം നമ്മളെവിടെ എത്തിക്കഴിഞ്ഞു? ഭാഷണങ്ങളിലൂടെ നമ്മളുടെ ആശയവിനിമയം നടത്താൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് കടന്നു കഴിഞ്ഞു കേട്ടോ. വിവരങ്ങൾ പരസ്പരം കൈമാറാനുള്ള അവസരങ്ങൾ വർദ്ധിച്ചു. തമ്പേറടിച്ചും ചെണ്ട കൊട്ടിയും ദൂതന്മാർ മുഖേന വിവരങ്ങൾ സമൂഹത്തിൽ കൈമാറിയിരുന്നു. ആംഗ്യഭാഷ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെണ്ട കൊട്ടിയും തമ്പേറടിച്ചും ഒക്കെ വിളംബരങ്ങളാണ്. വിളംബരങ്ങളെ അറിയിക്കുന്ന ഒരു സമ്പ്രദായമാണ് അത് കേട്ടോ. അതും ആശയവിനിമയം തന്നെയാണ്. പക്ഷെ ആ ചെണ്ട കൊട്ടി കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വിളംബരം പറയുകയാണ് ചെയ്യാറുള്ളത് അവിടെ. ഇനി ആധുനിക കാലത്തെ പ്രധാന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? ഇന്നത്തെ ലോകത്തെ എത്ര പ്രധാനപ്പെട്ട മാധ്യമങ്ങളാണുള്ളതെന്ന് നോക്കുക. ആധുനിക കാലത്തെ ഏറ്റവും പ്രധാന മാധ്യമങ്ങൾ പത്രം, റേഡിയോ, TV, സിനിമ തുടങ്ങിയവയാണ്. ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇൻ്റർനെറ്റ് ഇന്ന് 21ാം നൂറ്റാണ്ടിൻ്റെ അതിശക്തമായ മാധ്യമമായും മാറിയിരിക്കുന്നു. ഇൻ്റർനെറ്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും സർവശ്രേഷ്ഠമായ മാധ്യമം. മാധ്യമങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി കണക്കാക്കുന്നത് എന്തൊക്കെ? അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തൊക്കെ? ചില മാധ്യമങ്ങൾ വിനോദത്തിന് പ്രാധാന്യം വിനോദത്തിനും പ്രാധാന്യം നൽകുന്നു. ചിലത് വാർത്തകൾക്ക്, ചിലത് വിനോദത്തിന്, അങ്ങനെ പല വിധത്തിലുള്ള മാധ്യമങ്ങളും ഉണ്ട്. മറ്റു ചിലത് വിജ്ഞാനത്തിന്, അറിവ് പകരുക, വിവരങ്ങൾ നൽകുക, രസിപ്പിക്കുക എന്നീ 3 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് എല്ലാ മാധ്യമങ്ങൾക്കും ഉള്ളത്. അപ്പം എല്ലാ മാധ്യമങ്ങളിലും ഈ 3 ലക്ഷ്യങ്ങൾ കാണാം. അപ്പം ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ 6 തൊട്ടാണ് നമ്മൾ എടുത്തത്. 6, 7, 8, 9, 10 5 ചാപ്റ്റർ ഇന്ന് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ സംശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സഹായത്തിനായിക്കൊണ്ട് ഞങ്ങളുടെ നാഷണൽ അക്കാദമി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക. ശരി, നമസ്കാരം.